നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വിജയത്തോടെ ഞെട്ടിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ 10 വിക്കറ്റിന്റെ ദയനീയ തോൽവിയാണ് നേരിട്ടത്. പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല. 3 ദിവസം പോലും പൂർണ്ണമായും നീണ്ടു നിൽക്കാതെയാണ് ഇന്ത്യ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയയോട് അടിയറവ് പറഞ്ഞത്. ഇതോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹങ്ങൾക്കാണ് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. പെർത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ ജയിച്ച ഇന്ത്യക്ക് അഡ്ലെയ്ഡിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ കാലിടറുകയായിരുന്നു. ഇതോടെ രോഹിത് ശർമ്മയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗിൽ വളരെ മോശം പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെക്കുന്നത്. കൂടാതെ ക്യാപ്റ്റൻ എന്ന നിലയിലും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ന്യൂസിലൻഡ് പരമ്പരയിൽ 3 മത്സരങ്ങളിലും ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ രോഹിത്തിന് കീഴിൽ ഇന്ത്യ പതർന്ന സാഹചര്യത്തിൽ കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് പരിശീലകനായ ഗൗതം ഗംഭീർ. KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടരാനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ മധ്യനിരയിൽ കളിക്കേണ്ടതായി വരും. മധ്യനിരയിൽ കളിക്കുമ്പോൾ രോഹിത്തിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും സാധിക്കുന്നില്ല. ഈയൊരു സാഹചര്യത്തിൽ രോഹിത് ശർമ്മ പ്ലേയിങ് ലെവലിൽ ബാധ്യതയായി മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ വ്യക്തിവൈരാഗ്യം തീർക്കുകയൊന്നുമല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പകരം പ്ലെയറുടെ ഒരു ആവശ്യമാണ്. ഇവിടെ ഇന്ത്യൻ ടീമിൽ എത്രത്തോളം ആ ഒരു പ്ലെയറിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന കാര്യം പറയുകയാണെങ്കിൽ അവിടെയാണ് രോഹിത് ശർമ്മയെ മാറ്റി നിർത്താൻ ആരാധകരടക്കം ആവശ്യപ്പെടുന്നത്. ഇന്ത്യ രോഹിത് ശർമ്മയെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് പുറത്താക്കിയേക്കും എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ രോഹിത്തിനെ സമ്മർദ്ദം ബാധിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രോഹിത് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതം. കാരണം ശേഷിക്കുന്ന 3 മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലെങ്കിലും കളിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അനാവശ്യമായി ഇനി സാഹസം കാട്ടുന്നത് ബുദ്ധിപരമല്ല. മോശം ഫോമിലുള്ള രോഹിത്തിനെ നായകസ്ഥാനം നോക്കാതെ മാറ്റി നിർത്താനാണ് ഗംഭീർ നീങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും ധ്രുവ് ജുറേലിനെ ഇപ്പോഴും ടീം മാനേജ്മെന്റ് വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ ധ്രുവ് ജുറേലിന് സാധിച്ചിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ രോഹിത്തിന് പകരം ജുറേലിനെ മധ്യനിരയിൽ കളിപ്പിക്കാനാണ് സാധ്യത. അവസാന 5 മത്സരങ്ങളിൽ നിന്ന് 13 റൺസ് മാത്രമാണ് രോഹിത്തിന്റെ ശരാശരി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സീറ്റ് നഷ്ടമാകാതിരിക്കാൻ ഈ നീക്കം ഇന്ത്യക്ക് നടത്തേണ്ടതായുണ്ട്. രോഹിത് മാറി നിന്നാലും ടീമിനെ നയിക്കാൻ ജസ്പ്രീത് ബുംറയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രോഹിത്തിന്റെ അഭാവം ഇന്ത്യക്ക് കാര്യമായ തിരിച്ചടിയാകില്ല എന്നും പറയുന്നുണ്ട്. രോഹിത്തിന് പകരം മധ്യനിരയിലേക്ക് ജുറേൽ എത്തുകയും ബുംറ നായകനായി മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്താൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നതായിരിക്കും. രോഹിത് ശർമ്മ ബുംറയെ വേണ്ട വിധം ഉപയോഗിച്ചില്ല എന്ന ആരോപണം ശക്തമാണ്. എന്നാൽ നായകനായി ബുംറ മടങ്ങിയെത്തുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കടുത്ത നീക്കങ്ങളിലേക്ക് ഗൗതം ഗംഭീർ കടക്കാൻ മറ്റൊരു പ്രധാന കാരണവുമുണ്ട്. ഓസ്ട്രേലിയൻ പരമ്പര ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് തന്നെ പറയാം. ന്യൂസിലൻഡ് പരമ്പരയിൽ ഇന്ത്യ വൈറ്റ് വാഷ് നേരിട്ടതോടെ ഗംഭീറിന്റെ പരിശീലക സ്ഥാനത്തിനും ഉലച്ചിൽ നേരിട്ടതാണ്. കഴിഞ്ഞ 2 തവണയും ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയ ഇന്ത്യ ഇത്തവണ ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ വരുമ്പോൾ പരമ്പര കൈവിട്ടാൽ BCCI കടുത്ത നീക്കം തന്നെ ഗംഭീറിനെതിരെയും നടത്തിയേക്കും. പരിമിത ഓവറിൽ ഗംഭീറിനെ പരിശീലനമാക്കി ടെസ്റ്റിൽ പുതിയ പരിശീലകനെ ഇന്ത്യ ഒരുപക്ഷെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇത് നടക്കാതിരിക്കാൻ ഗംഭീറിന് എന്ത് വില കൊടുത്തും ഇന്ത്യയെ ഓസീസ് ടെസ്റ്റ് പരമ്പരയിൽ വിജയിപ്പിക്കേണ്ടതായുണ്ട്. എന്തായാലും ചില സുപ്രധാന അഴിച്ചുപണികൾ ഇന്ത്യ 3-ാം മത്സരത്തിൽ വരുത്തുമെന്ന കാര്യം ഉറപ്പാണ്.